എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സുഭാഷ് ഭാസ്കരനെയും നിധിയെയും അനിയന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണാൻ പോവുകയാണ്. പെണ്ണ് കണ്ട് പെൺകുട്ടി ചായ എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടി ഇഷ്ടമായി എല്ലാവർക്കും. അതിനുശേഷം ഭാസ്കരനും പെൺകുട്ടിയുടെ അച്ഛനും പരസ്പരം ഫോൺ നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. അതിനുശേഷം എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന ശേഷം പെൺകുട്ടി സുഭാഷിനെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷിനെ വിളിച്ച് സംസാരിക്കുന്നു. ചേട്ടന് എന്നെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫോണിൽ കൂടി. എനിക്കിഷ്ടമായി എന്നൊക്കെ പറയും. പിന്നെ അവർ തമ്മിൽ ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ സുഭാഷ് കൂടുതലും സംസാരിക്കുന്നത് വീടിനെക്കുറിച്ചും അനിയന്മാരെക്കുറിച്ചും ഒക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നിധിക്ക് കോൾ വരും. അത് നമ്മുടെ സാന്ദ്രയാണ് വിളിക്കുന്നത്. സാന്ദ്രയെ വിളിച്ചിട്ട് പറയും, ഞാൻ നിന്നെ 2 തവണ വിളിച്ചു നിധി, കോള് കിട്ടിയില്ല, ബിസി ആയിരുന്നു എന്ന് നോക്കി. ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു, ഞാൻ അച്ഛനുമായിട്ട് പെണ്ണ് കാണാൻ പോയിരുന്നെന്ന് പറയും സുഭാഷ് ചേട്ടന് വേണ്ടി. അച്ഛനുമായിട്ടോ? അതെ, സുധീഷിൻ്റെ അച്ഛനുമായിട്ട്. എന്താ? അല്ല, നീ അച്ഛൻ അനിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതെന്ന് പറയും. അതൊന്നും ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരല്ലേ. ഭർത്താവോ? അതെ, എല്ലാവരും കൂടി ഭർത്താവാക്കി വെച്ചിരിക്കുമല്ലേ എന്ന് പറയും. നീ എത്ര പെട്ടെന്നാണ് നിധി അവരുമായിട്ടൊക്കെ അടുത്തേന്ന് ചോദിക്കും. എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ സ്വന്തം വീട് ഇതില്ലേ, ഇവിടെ ഉള്ളവരില്ലേ നിൻ്റെ സ്വന്തക്കാരെന്നൊക്കെ പറയും. ഇന്ന് ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരെ ഏട്ടത്തി, എൻ്റെ സ്വന്തമാണോ അവർ? സ്വന്തമാണെങ്കിൽ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ച് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ അച്ഛൻ കത്തിച്ച് കളയുമെന്ന് ചോദിച്ച്. അപ്പോൾ സാന്ദ്രയ്ക്ക് മറുപടി ഒന്നും പറയാനില്ലായിരുന്നു. കാരണം എന്നെ ചതിച്ചല്ലേ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയത്. ഏട്ടത്തി പോലും അതിന് കൂട്ട് വന്നിരുന്നു നോക്കും. നിധി, ഞാൻ നിനക്ക് സർട്ടിഫിക്കറ്റ് തരുമെന്ന് ഉദ്ദേശിച്ച് അല്ലേ മോളെ വിളിച്ചതെന്ന് പറയും. ശരിയായിരിക്കാം, ഏട്ടത്തിൻ്റെ ഭാഗത്ത് സത്യം ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെ ചെന്നപ്പോൾ അങ്ങനല്ലല്ലോ ഏട്ടത്തി സംഭവിച്ചത്. എൻ്റെ മുമ്പിൽ വെച്ചല്ലേ ഏട്ടത്തിയെ ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ അച്ഛൻ കീറി കളഞ്ഞത്. അതിനുശേഷം അരുണേട്ടൻ എന്നെ വെറുതെ വിട്ടു. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനായിട്ട് സുധീഷിൻ്റെ അച്ഛനുമായിട്ട് കോളേജിൽ വന്നപ്പോൾ അവിടെയും വെച്ച് അരുണേട്ടൻ പ്രശ്നം ഉണ്ടാക്കിയില്ലയോ. അവിടെ വന്ന് എന്നെ അടിച്ചു. അതിനുശേഷം അച്ഛനെ കുത്തി. അച്ഛനില്ലായിരുന്നെങ്കിൽ ആ കുത്തി എനിക്ക് കൊള്ളത്തില്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് സാന്ദ്രയ്ക്ക് മറുപടി ഇല്ല ഒന്നും തിരിച്ചു പറയാനായിട്ട്. എന്നിട്ട് അരുണിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അരുണേട്ടൻ അപ്പോഴത്തെ മാനസികാവസ്ഥ ചെയ്തു പോയത്. എന്ത് മാനസികാവസ്ഥ ഏട്ടത്തി? ഇവിടെ ഉണ്ടല്ലോ അരുണേട്ടൻ അതേ സ്ഥാനമുള്ളൊരു ഏട്ടൻ. എന്നെ എന്ത് സ്വന്തം പെങ്ങളെപ്പോലെ അരുണേട്ടനെക്കാട്ടിലും സ്നേഹമായിട്ട് എന്നോട് പെരുമാറുന്നതെന്ന് പറയും. ഞാൻ കോളേജിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് കെയറിങ് ഞാൻ കണ്ടതാണ്. എനിക്ക് കുടിക്കാനുള്ള വെള്ളവും ബിസ്ക്കറ്റും അത്രയും മാത്രം മതി. എന്തൊരു സ്നേഹമായിട്ട് എന്നോട് പെരുമാറുന്നത്. അത്ര പോലും സ്നേഹവും ഇഷ്ടവും എൻ്റെ സ്വന്തം ചേട്ടൻ എന്നോട് കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. ഇച്ചിരി പരിഭവത്തോടും നീരസത്തോടും കൂടിയാണ് സാന്ദ്രയോട് നിധി സംസാരിക്കുന്നത്. അതിനുശേഷം അവരുടെ സംസാരം കോൾ കട്ട് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ നികേഷും നിധിയും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അവർ തമ്മിലാണല്ലോ നല്ല ചേർച്ച എപ്പോഴും. അതിനുശേഷം ഇവർ രണ്ടും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുന്നത് മനസ്സിലാക്കുന്ന സുധീഷ് പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലോട്ട് ചെന്നിട്ട് ശയനപ്രദക്ഷിണം നടത്തുവാണ്. ഉടനെ ഇവരെ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഇവരെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർ മറ്റൊരു വാതിലിൽ കൂടി അകത്തോട്ട് കയറുന്നുണ്ട്. ഉടനെ ചോദിക്കും, ഏട്ടത്തി അത് സുധീഷ് ചേട്ടനല്ലേ എന്ന് ചോദിക്കും. സുധീഷോ? നോക്കുമ്പോൾ സുധീഷ് ശയനപ്രദക്ഷിണം നടത്തുകയാണ്. അല്ല, സുധീഷ് ചേട്ടന് ഇതൊക്കെ പതിവുണ്ട്, അമ്പലത്തിൽ പോലും അങ്ങനെ വരത്തില്ലല്ലോ, പിന്നെന്താ ശയനപ്രദക്ഷിണമൊക്കെ നടത്തുമെന്ന് ചോദിക്കും. അപ്പം ഇത് നിധിക്ക് വേണ്ടിയാന്ന് പറയും. എനിക്ക് വേണ്ടി? നിധി കോളേജിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷിച്ചിട്ടില്ലേ, പിന്നെ എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടണം, അതിനൊക്കെ വേണ്ടിയുള്ള എൻ്റെ ഒരു വഴിപാടാന്ന് പറയും. എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറയും. എന്നിട്ട് പറയും, ഇതൊരു കഷ്ടപ്പാടല്ല, ഞാൻ എൻ്റെ ഒരു കടമ ചെയ്തതന്നേ ഉള്ളെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നികേഷ് പറയേ, നിധിയേട്ടത്തെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയാ ഇല്ലയോ, നീ പോടാ എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സുനന്ദ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ തൊഴുവാണ്. നോക്കുമ്പോൾ സുനന്ദ അങ്ങ് കരയുന്നുണ്ട്. കാരണം സുഭാഷ് ആണല്ലോ സുനന്ദയുടെ മനസ്സെന്ന് പറയാം. മറ്റൊരു വിവാഹം ഉറപ്പിച്ചെങ്കിൽ സുനന്ദയ്ക്ക് ഇഷ്ടം സുഭാഷ് ചേട്ടനോട് തന്നെയാണ്. അങ്ങനെ സുനന്ദയോട് സംസാരിക്കാനായിട്ട് ഞാൻ പോയി അവളോട് സംസാരിക്കാമെന്ന് പറയും. അപ്പം സുധീഷ് പറയും, വേണ്ട, ഇനി അത് മതി, അവരുടെ വീട്ടുകാർക്ക് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ. നികേഷും പറയും, അത് ശരിയായി സുനന്ദേച്ചിക്ക് സുഭാഷ് ചേട്ടനോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സുനന്ദേച്ചി സുഭാഷ് ചേട്ടനോട് ഇറങ്ങി വരുമായിരുന്നു. ഇപ്പം നിധിയെടുത്ത് കാണിച്ച ധൈര്യം പോലും സുനന്ദേച്ചി കാണിക്കത്തില്ല. വീട്ടുകാരും വേണം സുഭാഷ് ചേട്ടനും വേണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, അത് ശരിയാ, അപ്പോൾ ഏട്ടത്തി കാണിച്ചാണൊക്കെ ധൈര്യമൊന്നും സുനന്ദേച്ചി കാണിക്കത്തില്ലെന്ന് പറയും. അവൾക്ക് ഇഷ്ടക്കുറവുള്ളതുകൊണ്ടല്ല നികേഷ്, അത് വീട്ടുകാരുള്ള സ്നേഹം കൂടുതലുകൊണ്ടാണ് അങ്ങനെ അവൾ പെരുമാറുന്നത്. അത് സുഭാഷ് ചേട്ടനോട് ഇഷ്ടക്കുറവായിട്ട് നിങ്ങൾ കണക്കാക്കലെന്ന് പറയും. അവൾക്ക് സുഭാഷ് ചേട്ടനെ വലിയ ഇഷ്ടമാണ്, പക്ഷേ വീട്ടുകാരെ അവൾക്ക് വേദനിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം അവൾ അങ്ങനെ പെരുമാറുന്നതെന്ന് പറയും. എന്തായാലും നമുക്ക് പോകാം ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് നിധിയുടെ കൈ പിടിച്ചുകൊണ്ടങ്ങ് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഭാസ്കരൻ
വന്ന് എല്ലാവരും ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ അങ്ങോട്ട് വരും. ഭാസ്കരൻ ചോദിക്കും, എന്താ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതല്ലായിരിക്കും. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കായിരിക്കും, അച്ഛനും ഇരിക്ക് ഭക്ഷണം വിളമ്പാന്ന്. ഇതെന്തോ സാമ്പാറോ? ഇരിക്കച്ചാന്ന് പറയും. എനിക്കൊന്നും വേണ്ട, ഞാൻ ബിരിയാണി കഴിച്ചെന്ന് പറയും. അപ്പോഴത്തേക്ക് ഒരു പൊതിയെടുത്ത് എന്നാ മോളേന്ന് പറയും. അപ്പോൾ നിധിയുടെ കൈ കൊടുക്കും. അപ്പോൾ നിധി എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് വേണ്ട എന്ന് പറയും. പിടിക്കും മോളേന്ന് പറയും. ഇത് ചിക്കൻ 65 ആണ്, ഇത് മോൾ കഴിച്ചോളാൻ പറയും. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കും. കാരണം മക്കളുടെ കയ്യിലൊന്നും കൊടുക്കാതെ കൊണ്ടു ചെന്ന് നിധിയിട്ടാണ് കൊടുക്കുന്നത്. നിധിയോട് ഭാസ്കരന് വലിയ സ്നേഹമാണ്. കാരണം നിധി എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ നിധി വളരെ കെയറിങ് ആണ്, ലവബിളാണ്. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന സമയത്തും മെഡിസിൻ എടുത്തു കൊടുക്കുകയും നല്ലോണം കെയർ ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ട് നിധിയുടെ പ്രശ്നം വീട്ടിൽ ആദ്യമായിട്ട് വന്നൊരു പെൺകുട്ടിയാണ്. അപ്പം ഈ ഏറ്റവും പ്രായം കുറവ്, അപ്പോൾ അതിൻ്റേതായ എല്ലാ ഒരു പരിഗണനയും നിധിക്ക് ഭാസ്കരൻ കൊടുക്കുന്നുണ്ട്. അപ്പം നികേശ്വരൻ കണ്ടു ഏട്ടത്തിയമ്മയോടുള്ള സ്നേഹം എന്ന് പറയും. അപ്പോഴത്തേക്ക് ഇത് മോളും കഴിക്കണം, ഇവന്മാർക്കൊന്നും കൊടുക്കാണ്ട് ഇവന്മാർ തട്ടിപ്പറിക്കുമെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നിധി അതിനകത്ത് നിന്ന് എടുക്കുന്ന ഓരോ പീസ് എടുത്ത് അവർക്കെല്ലാം കൊടുക്കും. അപ്പോൾ ഹരീശ്വരൻ വേണ്ട ഏട്ടത്തെ കഴിക്കാൻ പറയും. അല്ല നിങ്ങളൊക്കെ കഴിക്കുക എന്ന് പറയും. എല്ലാവർക്കും കൂടി വേണ്ടി അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും എടുത്ത് കൊടുക്കും. അപ്പോൾ ഹരീഷിനോടൊക്കെ വന്ന് ചോദിക്കും, അച്ഛൻ അമ്മയെ കൊന്നെന്ന് പറയുന്നത് സത്യമാണോ, എന്നിട്ട് ജയിലിൽ പോയെന്നൊക്കെ പറഞ്ഞ് സത്യമാണോ എന്നൊക്കെ അവരോട് ചോദിക്കും. അപ്പോൾ ഹരീഷ് പറയും, കൊലപാതകം ചെയ്തിട്ടില്ലെങ്കിൽ ജയിലിൽ പോകത്തില്ലല്ലോ ഏട്ടത്തിൽ ഇങ്ങനെ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സുഭാഷിൻ്റെയും സുധീഷിൻ്റെയൊക്കെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത്, എന്താ സംഭവിച്ചെന്നുള്ളതിൻ്റെ റിയാലിറ്റി ഭാസ്കരൻ തന്നെ ആയിരിക്കും നിധിയോട് പറയുന്നത് എന്നൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.